ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇഷ വേൾഡിലേക്ക് സ്വാഗതം. ഞാനൊരു 6:30 ആയപ്പോഴത്തേക്കും എണീറ്റു. കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ കറികളാണ് കൊണ്ടുപോയി ചെല്ലേണ്ടത്. രണ്ടുപേർ ഇഷാനും ചോറും കൊടുത്തു വിടണം. അവന് കഴിക്കാനുള്ള ചോറും ഏതെങ്കിലും ഒരു കറിയും എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇഷാരയ്ക്ക് അംഗൻവാടിയിലും ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കി കൊണ്ടുപോയി ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും നമുക്ക് തോരനും കൂടി ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ സാധാരണ മലയാളികളുടെ വീട്ടിൽ ഒരു കറി, ഒരു തോരൻ, ഒരു മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലെല്ലാവർക്കും അച്ഛനൊക്കെ പൊതി കെട്ടണമായിരുന്നു, എനിക്കും അമ്മയ്ക്കും പൊതി കെട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഓർത്തു തോരനും എരിശ്ശേരിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ തോരനുള്ള ക്യാബേജും ക്യാരറ്റും അതുപോലെ തന്നെ മത്തങ്ങ എരിശ്ശേരിക്കുള്ള സാധനങ്ങളും അരിഞ്ഞ് ഞാൻ വെച്ചായിരുന്നു. ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഇഷാൻ്റെ സ്കൂളുകളിലേക്ക് ഒരു 20 പേർക്കുള്ള ഭക്ഷണവും ഇഷാരുടെ അംഗൻവാടിയിലേക്ക് ഒരു 20 പേർക്കുള്ള ഇതുമാണ് ഞാൻ തയ്യാറാക്കിയത്. പിന്നെ നമ്മുടെ വീട്ടിലും ഉപയോഗിക്കാൻ പാകത്തിന് എന്തായാലും ഒരു 50 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പാകത്തിനുള്ള എരിശ്ശേരിയും തോരനും ഞാൻ ഉണ്ടാക്കി. ആദ്യം ഞാൻ ചെറുതായിട്ട് എരിശ്ശേരിയുടെ മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 കുക്കർ എടുത്തു. അതിലൊരു കുക്കറിൽ മത്തങ്ങ വേവിക്കാൻ വെച്ചു, മറ്റേ കുക്കറിൽ പയറും വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ വേറെ പണികളും ഉണ്ടായിരുന്നു. മത്തങ്ങ ഞാൻ ആദ്യം വേവിക്കാൻ വെച്ചത് കുറച്ച് വെള്ളവും ഉപ്പും മാത്രം ഇട്ടിട്ടാണ്. പിന്നെ അതിലേക്ക് വേണ്ട പച്ചമുളക് ഞാനെടുത്തത് കാന്താരിയാണ്. കാന്താരിയും മഞ്ഞളും കൂടി ചേർത്ത് മത്തങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ ചേർത്ത് ഉടച്ച് ഒന്നുകൂടി അടുപ്പിലേക്ക് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ മത്തങ്ങ എരിശ്ശേരിക്ക് ചേർക്കാനുള്ള അരിപ്പ് തയ്യാറാക്കി. ചില ആൾക്കാർക്ക് ചെറുള്ളിയും ജീരകമൊക്കെ നന്നായി അരഞ്ഞ് വരണമായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ അത്ര അരഞ്ഞ് വരണ്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് തേങ്ങ ക്രഷ് ചെയ്യുന്നത്. ചെറുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ജീരകം, പിന്നെ തേങ്ങ. ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ എരിശ്ശേരി ആയതുകൊണ്ട് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ തോരൻ്റെ പരിപാടിയും കൂടി നോക്കുന്നുണ്ട്. ക്യാബേജ് തോരന് വേണ്ടി കടുക് ഞാൻ പൊട്ടിച്ചു. ഒരു ചെറിയ ഉരുളിയാണ് എടുത്തത്. അതിലേക്ക് തോരന് വേണ്ടിയിട്ടുള്ള മുളകും വറ്റൽമുളകും ചെറുള്ളിയും ഞാൻ ഇടിച്ച് ചതച്ച് വെച്ചു. തോരന് മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഞാൻ തിരുമ്മി. അതിൻ്റെ ഇടയ്ക്ക് പാൽച്ചായ എടുക്കാനും പോയി. അങ്ങനെയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെയാണ് പരിപാടി നടത്തിയത്. പിന്നെ തോരന് വേണ്ടി ഏകദേശം ഞാൻ മുളകൊക്കെ ഇവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ തോരൻ്റെ സാധനങ്ങൾ അരിഞ്ഞു വെച്ചത് മുഴുവനും ഇട്ട് കൊടുക്കുവാണ്. ഏകദേശം ആദ്യം തന്നെ തോരൻ സെറ്റാക്കി വെച്ചേക്കുവാണെങ്കിൽ പിന്നെ വലിയ പാടില്ലല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ മത്തങ്ങ എരിശ്ശേരിയുടെ മുളകിൻ്റെ കുത്തലൊക്കെ മാറി മത്തങ്ങ എരിശ്ശേരിയുടെ സെറ്റപ്പിലേക്കും കൂടി പോവുകയാണ്. വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ എരിശ്ശേരി മത്തങ്ങയിലേക്ക് ചേർത്തു. അതിൻ്റെ ഒപ്പം തന്നെ എരിശ്ശേരിക്ക് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എരിശ്ശേരിക്ക് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഷാരേനെ എണീപ്പിക്കാൻ പോയി. ഇഷാരേനെ എണീപ്പിച്ചില്ല, ഇഷാനെ മാത്രം എണീപ്പിച്ചു. അവന് വേണ്ട ചായയും കടിയൊക്കെ എടുത്തു കൊടുത്തു. ഇന്നവന് ഞാനൊരു 2 ചപ്പാത്തിയാണ് ചൂടാക്കി കൊടുത്തത്. സമയമില്ലായിരുന്നു വേറെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ചൂടാക്കി കൊടുത്തു. പിന്നെ അച്ഛനും നമ്മുടെ വീട്ടുകാർക്കും വേണ്ട, പിന്നെ വീട്ടുകാർക്ക് കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇഷാന് ചപ്പാത്തിയാക്കി. എരിശ്ശേരിക്ക് കടുക് പൊട്ടിക്കാനായി കടുക് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അരി ഇട്ടു. അരി ഇട്ട ശേഷം അരി ഏകദേശം ഒന്ന് പൊട്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
വറ്റൽമുളകും അതുപോലെ തന്നെ ചെറുഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോഴേക്കും ഇഷാൻ ഏകദേശം കുളിക്കാൻ സമയമായിരുന്നു. പിന്നെ ഇഷാനെ കുളിപ്പിക്കാൻ പോയി. പിന്നെ ഏകദേശം അമ്മയാണ് വേഗം തേങ്ങയൊക്കെ വറുത്തെടുത്തത്. ഇഷാൻ 8:15 പോകണം. ഇഷാന് സ്കൂൾ ബസ് വരും. അപ്പോൾ 8:15 മുതൽ 8:30 വരെയാണ് സ്കൂൾ ബസ്സിൻ്റെ ടൈം പറഞ്ഞേക്കണത്. അപ്പോൾ 8:15 കഴിയുമ്പോഴത്തേക്കും കയറി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഏകദേശം പിന്നെ ചടപടേന്ന് തേങ്ങയൊക്കെ വറുത്ത് എരിശ്ശേരിയിലേക്ക് ആഡ് ചെയ്തു. സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ബോക്സിൽ തന്നെയാക്കി ഭദ്രമാക്കി കൊടുത്തു വിടണമെന്ന്. അതുപോലെ തന്നെ അവർക്ക് ഇഷാൻ 5 ഇല കൊണ്ട് ചെല്ലാനായിരുന്നു, വാഴയില കൊണ്ട് ചെല്ലാനായിരുന്നു പറഞ്ഞേക്കണത്. അംഗൻവാടിയിലേക്കും അതുപോലെ തന്നെ ഇഷാൻ്റെ സ്കൂളിലേക്കും വാഴയില വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ രാവിലെ തന്നെ പോയി. അതുപോലെ പിന്നെ പൂവ്, ഞങ്ങളുടെ വീട്ടിൽ പൂ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് പച്ചയും നാടൻ ചീരയൊക്കെ ചെറുതായിട്ടും അരിഞ്ഞെടുത്ത് എടുത്തു വെച്ചു. പിന്നെ രാവിലെ കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ പറിച്ച് അങ്ങനെ പൂവും വിടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇഷാന് വേണ്ടിയുള്ള ചോറ്, മത്തങ്ങ-എരിശ്ശേരി, പിന്നെ തോരനും ഇതുപോലെ തന്നെ കുഞ്ഞിന് അംഗൻവാടിയിലേക്കുള്ളതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഷാൻ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. ഇതാണ് ഇഷാൻ്റെ ഓണ സെലിബ്രേഷൻ്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇശുക്കുട്ടൻ മുണ്ട് കൊടുത്തപ്പോൾ ആൾ ചെറുതായിപ്പോയി. ഇതാണ് എൻ്റെ ഇഷാരയുടെ അംഗൻവാടിയിലെ ഔട്ട്ഫിറ്റ്. ഇഷാരക്കുട്ടിക്ക് മറുകൊക്കെ കുത്തണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.